നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചുരിദാർ ടോപ്പ് ലൈനിങ് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ആദ്യം നമ്മൾ ടോപ്പിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ടോപ്പിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ടോപ്പിലെ നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമുക്ക് റൗണ്ട് നെക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നെക്കിൽ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതുമേ കൊള്ളാതെ വേണം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാൻ. അതുകൂടിയും ചെയ്യാം. ഇപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ലൈനിങ് ഉള്ളിലേക്കാക്കിയിട്ട് നല്ല വശം പുറത്തേക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങും ടോപ്പും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡറുകൾ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ. ഇതേപോലെയാണ് വെക്കേണ്ടത്. നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ വിട്ടിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് അതുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ്സിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ അടിഭാഗം നമുക്ക് 1/2 ഇഞ്ച് വീതം മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് സ്ലീവ്സിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2 സ്ലീവ്സിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടി ഒന്ന് ചെയ്തിട്ടെടുക്കാം. 2 ഷോൾഡറിൽ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഷോൾഡർ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലീവ്സിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇതേപോലെ സ്ലീവ്സിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കൊടുന്ന് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് താഴത്തേക്കും അതുപോലെ അടുത്ത വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് താഴത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പും ലൈനിങ്ങും കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് വേണം സ്ലീവ്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി ചുരിദാറിൻ്റെ ടോപ്പ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ ഒരു സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവ്
സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 2 സ്ലീവ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ സൈഡ് കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ടോപ്പിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ലിറ്റ് എവിടെയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. കുറച്ച് ലൂസാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ടോപ്പിൻ്റെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം 1 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിന് ശേഷമാണ് അടിഭാഗം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെയാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ചുരിദാറിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് അടിഭാഗത്തു നിന്നും മുകളിലേക്കാണ്. ടോപ്പിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ മുകൾ ഭാഗത്ത് കൊടുന്ന് നിർത്തുന്നു. ഇതിൽ കാണുന്ന അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ടോപ്പ് ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ചിട്ടിട്ടിട്ട് അടുത്ത സൈഡും മടക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ അവിടെ നിന്നും താഴത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് സൂചി കൊടുന്ന് നിർത്തിയിട്ട് നമ്മൾ താഴത്തേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. താഴത്തേക്ക് ഇതുപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ലിറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ടോപ്പിൻ്റെ അടുത്ത വശവും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡത്തെ സ്ലിറ്റുകളും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. നമ്മൾ അടിഭാഗത്ത് 1 ഇഞ്ചാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ വീതം നമുക്ക് മടക്കിയിട്ട് അതുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ടോപ്പിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോപ്പിൻ്റെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 സ്റ്റിച്ചിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലാണ്
ഇനിയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.